നമസ്കാരം. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നത് ഏത് ശക്തിയാണെങ്കിലും അതിനെതിരെ മുൻപും പിൻപും നോക്കാതെ ആഞ്ഞടിച്ച് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ശീലം. അതിപ്പോൾ സൈനികപരമായാലും സാമ്പത്തികപരമായാലും നയതന്ത്രപരമായാലും. അങ്ങനെ തിരിച്ചടികൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടിയതിന്റെ ചരിത്രം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് പാകിസ്ഥാന് തന്നെയാണ്. ആ ലിസ്റ്റിലേക്കാണ് തുർക്കിയും അസർബൈജാനും ബംഗ്ലാദേശും ഒക്കെ ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. വ്യാപാര ആവശ്യങ്ങൾക്ക് പോലും ഇനി ഒരു ഇന്ത്യക്കാരനും ഈ രാജ്യങ്ങളെ പിന്തുണയ്ക്കില്ല. കഴിഞ്ഞ ദിവസങ്ങളിലായി വന്ന റിപ്പോർട്ടുകളെല്ലാം നൽകിയ സൂചനകളും അത് തന്നെയായിരുന്നു. പാകിസ്ഥാന് പുറമെ കൂട്ടത്തിൽ 8ന്റെ പണി കിട്ടിയത് ബംഗ്ലാദേശിനാണ്. റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ, സംസ്കരിച്ച ഭക്ഷ്യ ഉത്പന്നങ്ങൾ എന്നിങ്ങനെ തുറമുഖങ്ങൾ വഴിയുള്ള ഇറക്കുമതിക്ക് കിട്ടിയ പണിക്ക് പുറമെ മേഘാലയ, ആസാം ദേശീയപാതയുടെ നിർമ്മാണത്തിന് അനുമതി നൽകിയാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനുസിന്റെ വിടുവായുത്തത്തിന് ഇന്ത്യ മറുപടി നൽകിയത്. വടക്ക് കിഴക്കൻ ഇന്ത്യ കരയാൽ ചുറ്റപ്പെട്ടതാണെന്നും ബംഗ്ലാദേശ് ഈ മുഴുവൻ മേഖലയുടെയും സമുദ്രത്തിന്റെ ഏക സംരക്ഷകനാണെന്നുമുള്ള മുഹമ്മദ് യൂനുസിന്റെ ചൈനയിൽ വെച്ച് നടത്തിയ പരാമർശത്തിനുള്ള മറുപടിയായാണ് ഈ പദ്ധതിയെ ഉദ്യോഗസ്ഥൻ വിശേഷിപ്പിച്ചത്. 167 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത യാഥാർത്ഥ്യമാക്കുന്നതോടെ ബംഗ്ലാദേശിനെ ഒഴിവാക്കി മ്യാൻമറിലൂടെ മാരിടൈം ഇടനാഴി സാധ്യമാകും. രാജ്യസുരക്ഷയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനവും മുന്നിൽ കണ്ടാണ് നിർദ്ദിഷ്ട ദേശീയപാത. മേഘാലയയുടെ തലസ്ഥാനമായ ഷിലോങ്ങിൽ നിന്നും ആരംഭിച്ച് മണിപ്പൂർ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലൂടെ അവിടെ നിന്നും ആസാമിലെ സിൽച്ചറിൽ അവസാനിക്കുന്ന തരത്തിലാണ് പാതയുടെ രൂപകൽപ്പന. വടക്ക് കിഴക്കൻ മേഖലയിൽ ആദ്യ അതിവേഗ ഇടനാഴിയാണിത്. 22,000 കോടി രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിക്കുക. 2030ഓടെ 4 വരി പാത പൂർത്തിയാകുമെന്ന് ദേശീയപാത അതോറിറ്റിയും ഉപരിതല ഗതാഗത വകുപ്പും അറിയിച്ചിട്ടുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഏക പ്രവേശന കവാടമാണ് പശ്ചിമ ബംഗാളിലെ സിലിഗുരി ഇടനാഴി. ചിക്കൻ നെക്ക് എന്നാണ് പാത അറിയപ്പെടുന്നത്. വ്യാപാരം, വാണിജ്യം, ടൂറിസം എന്നീ ആവശ്യങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് കരമാർഗമുള്ള സൈനിക നീക്കവും ഇതുവഴിയാണ്. വർഷങ്ങളായി ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ സിലിഗുരി ഇടനാഴി ഒരു ദുർബലമായ സ്ഥലമാണ് കണ്ടിരുന്നത്. ഒരു ശത്രു, പ്രത്യേകിച്ച് ചൈന, വേഗത്തിലും ആസൂത്രണമായും ആക്രമണം നടത്തിയാൽ ഒരുപക്ഷെ സെൻസിറ്റീവ് ഡോക്ലോം പീഠഭൂമിയിലൂടെ ഇത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും വിച്ഛേദിക്കുമെന്ന് സൈനിക വിദഗ്ധർ പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന് ബദലാകാനാകും പുതിയ ദേശീയപാതയ്ക്ക് കഴിയുക. മേഖലയിലൂടെ ചൈന വ്യാപാര ഇടനാഴി നടപ്പാക്കണമെന്നും ഞങ്ങൾ സഹായിക്കാമെന്നുമുള്ള തരത്തിൽ അങ്ങേയറ്റം വിദ്വേഷകരമായ പ്രസ്താവനയും യൂനസ് നടത്തിയിരുന്നു. അന്ന് വാക്കുകൾ കൊണ്ടുള്ള ശക്തമായ മറുപടി ഇന്ത്യയും യൂനസിന് നൽകിയിരുന്നു. പിന്നാലെയാണ് പുതിയ പാതയുടെ പ്രഖ്യാപനവും. ഇന്ത്യൻ സർവകലാശാലകളെ കാര്യമായി തന്നെ ആശ്രയിക്കുന്ന വിദ്യാഭ്യാസ മേഖലയുള്ള രാജ്യമാണ് തുർക്കിയുടേത്. പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുകയും പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്ന തുർക്കിയുമായുള്ള എല്ലാ സഹകരണങ്ങളും അവസാനിപ്പിക്കുകയാണ് ഇന്ത്യൻ സ്ഥാപനങ്ങൾ. ദേശീയ സുരക്ഷ മുൻനിർത്തിയാണ് തുർക്കിയുമായുള്ള എല്ലാ അക്കാഡമിക് സഹകരണങ്ങളും അവസാനിപ്പിക്കുകയാണ് ഇന്ത്യൻ സർവകലാശാല അറിയിച്ചിരിക്കുന്നത്. തുർക്കിയുമായുള്ള അക്കാഡമിക് ഗവേഷണ സഹകരണങ്ങൾ അവസാനിപ്പിക്കുമെന്ന് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയും വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ ഇപ്പോൾ തുർക്കിയും അതോടൊപ്പം തന്നെ അസർബൈജാനുമായുള്ള എല്ലാ അക്കാഡമിക് സഹകരണങ്ങളും അവസാനിപ്പിക്കുകയാണ് ഛത്തീസ്ഗഡ് സർവകലാശാലയും അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ അനുകൂല നിലപാടുകളുടെ പേരിലാണ് തുർക്കിയും അസർബൈജാനുമെതിരെ ഇന്ത്യൻ സർവകലാശാല നടപടി കടുപ്പിച്ചിരിക്കുന്നത്. തുർക്കിയും അസർബൈജാനുമായുള്ള 23 അക്കാഡമിക് ധാരണാപത്രങ്ങളും റദ്ദാക്കിയതായി ഛത്തീസ്ഗഡ് സർവകലാശാല അറിയിച്ചിട്ടുണ്ട്. 2025 ജനുവരിയിൽ അങ്കാറയിൽ ധിരിം ബയാസി സർവകലാശാലയുമായി ഒപ്പുവച്ച ധാരണാപത്രം ഉൾപ്പെടെ ഈ ധാരണാപത്രങ്ങളെല്ലാം 5 വർഷത്തേക്ക് നീണ്ടു നിൽക്കേണ്ടതായിരുന്നു. സർവകലാശാലയുടെ ദർശനം എല്ലായ്പ്പോഴും രാഷ്ട്രീയം ആദ്യം തന്നെയാണ്. ദേശീയ താല്പര്യം എന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നതിനാണ് തുർക്കിയും അസർബൈജാനുമായുള്ള സഹകരണങ്ങൾ അവസാനിപ്പിക്കുന്നതെന്ന് ഛത്തീസ്ഗഡ് സർവകലാശാലയുടെ ചാൻസലറും എംപിയുമായ സത്നാം സിംഗ് സന്ധു വ്യക്തമാക്കി. തുർക്കിയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഉത്പന്നങ്ങൾക്ക് ഡിമാൻഡ് കുറയുന്നതിനോടൊപ്പം തന്നെ അതൊരു നിരോധനത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം നിലവിലുണ്ട്. തുർക്കിയിൽ നിന്നുള്ള മാർബിൾ ഇന്ത്യയിലേക്ക് അടുപ്പിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ രാജസ്ഥാനിലെ ഉദയപൂരിൽ 125 മാർബിൾ വ്യാപാരികളുടെ സംഘടന സ്വീകരിച്ചിട്ടുള്ളത്. ഏകദേശം 70% മാർബിളുകളാണ് ദിനം പ്രതി തുർക്കിയിൽ നിന്നും ഇന്ത്യൻ മണ്ണിലേക്ക് എത്തുന്നത്. ഇത്രയും മൂല്യമുള്ള മാർബിളുകൾ ഇന്ത്യൻ വ്യാപാരികൾ ഒറ്റയടിക്ക് വേണ്ട എന്ന് വെക്കുമ്പോൾ തുർക്കിയുടെ വരുമാന സ്രോതസ്സിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാകുക. തുർക്കിയുടെ ടൂറിസ്റ്റ് സാധ്യതകൾ പോലും ഇരുട്ടിലായതോടെ രാജ്യത്തിന് വലിയ ഞെരുക്കം സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം,
2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.